ഞാൻ ഗീത സുരേഷ്, പൂനെയിൽ നിന്ന് ഉള്ള ആളാണ്. ഇപ്പം ഉള്ളത് കണ്ണൂർ പറശ്ശിനിക്കടവിൻ്റെ മുൻപിലുള്ള വളപട്ടണം പുഴയിൽ കൂടി ഒരു ബോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഒരു ഹൗസ് ബോട്ടിൽ ഒരു ഗ്രൂപ്പിലെ കുറേ മെമ്പേഴ്സ് ഒരുമിച്ച് ഒരു ബോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ട് യാത്രയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗായകരൊക്കെ പങ്കെടുക്കുന്ന ഒരു ബോട്ട് യാത്രയാണ്. ഗായകരെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിലുള്ള പാട്ടുകാർ. അപ്പോൾ അവരൊക്കെ പാട്ട് പാടുകയും എല്ലാവരും അവർ പാട്ട് പാടുകയും എൻജോയ് ചെയ്യുകയും ചെയ്ത് ഏകദേശം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ ബോട്ടിൽ ഞങ്ങളിങ്ങനെ ഈ പുഴയിൽ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുകയും എല്ലാവരും പാട്ട് പാടിയൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്ത് രസിച്ചങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമുക്കൊന്ന് വീഡിയോ എടുത്താൽ എന്താ എന്നൊരു തോന്നൽ. അപ്പോഴാണ് ഞാനിവിടെ വന്ന് ആ പാട്ടിൻ്റെ ഒന്നും ഒച്ച നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഈ പുഴയിലാണുള്ളത്. ഇതാണ് ബോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട്, ആൾക്കാരൊക്കെ. ഞാൻ പിന്നെ അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല അവരുടേതൊന്നും. എങ്ങനെയാണ് വലിയ പുഴയാണ്. അതിൻ്റെ നടുവ് കൂടി ഇങ്ങനെ കുറേ നേരമായി, കുറേ മണിക്കൂറിലായിട്ട് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചയാണ്, നല്ലൊരു അനുഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ എന്ന് തന്നെ പറയാം. നല്ല അയക്കൂറ വറുത്തതും മീൻകറിയും സാമ്പാറും ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൂട്ടി പായസം അടക്കമുള്ള നല്ലൊരു സദ്യ, ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള സദ്യ എന്ന് തന്നെ പ്രത്യേകം പറയണം. ആ സദ്യ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതൊക്കെ കഴിച്ചു. രാവിലെ ഞങ്ങൾക്ക് ചായയും പലഹാരവും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ബോട്ട് ജീവനക്കാരും. ഈ യാത്ര വളരെ മനോഹരമാണ്. ഇനി ഞാൻ ആ ഗ്രൂപ്പിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി സംസാരിക്കുന്നില്ല, വെറുതെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു യാത്ര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു വീഡിയോ. ഇത് ബോട്ടിൻ്റെ 2ാമത്തെ നിലയിലാണ് ഞങ്ങൾ പ്രോഗ്രാം നടന്നുകൊടുക്കുന്നത്. ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. 1ാമത്തെ നിലയിലേക്ക് ഇറങ്ങി പോവുകയാണ്. എൻ്റെ താഴെയാണ് അടുക്കളയൊക്കെ ഉള്ളത്. ഈ ബോട്ടിൻ്റെ താഴത്തെ നിലയിൽ നമ്മൾ താഴത്തെ നിലയെത്തുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ഇതിൽ കൂടി ഇങ്ങനെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ അടുക്കള. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾക്കാർ. ഇവിടെ വാഷ് ബേസിനും കണ്ണാടിയും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ജീവിതത്തിൻ്റെ ഒരനുഭവം ഇതാണ് ബോട്ട് ഓടിക്കുന്ന ആൾ. ഞാൻ ആദ്യമായിട്ടാണ് അയാളെ അടുത്തുനിന്ന് കാണുന്നത്. അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ് ബോട്ട് ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാഴ്ച നിങ്ങളെ കാണിക്കാം. ഇങ്ങനെയാണ് ബോട്ട് ഓടിക്കുന്നത്. നമ്മളെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് ഇങ്ങനെ പോയത് അവിടെ ഒരു പാലം. ഇത് വളപട്ടണം ആലമാണോ? ഇതാണ് പറശ്ശിനിക്കടവ്. ഇത് പറശ്ശിനിക്കടവ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കയറിയിരുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ബോട്ട് പോകുന്നുണ്ട്. ചെറിയ ബോട്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. വലിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് പറശ്ശിനിക്കടവ് അമ്പലം. ഇത് വേറെ ഒരു ഹൗസ് ബോട്ട്. ഇതുപോലെ ഞങ്ങൾ വരുന്നത് പോലെ വേറൊരു ഹൗസ് ബോട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട്. ആ ഹൗസ് ബോട്ടിൻ്റെ മുഖം നോക്കിക്കോളൂ. അതിൻ്റെ പ്രത്യേക ഡിസൈനൊക്കെ ഉള്ളൊരു ബോട്ടാണ്. അതിൻ്റെ മുഖം കാണിക്കാം. ഈ പാലത്തിൻ്റെ മേലെ കൂടി വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ബോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. അതിലെ നല്ല കാറ്റുണ്ട്. നമുക്ക് ചൂടൊന്നും ഒട്ടും തോന്നുന്നില്ല. കണ്ണൂരിൽ നല്ല ചൂടാണ്, പക്ഷേ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല. ഈ പുഴയിൽ കൂടി ആയതുകൊണ്ടല്ലേ. ആ ബോട്ട് വരുന്നുണ്ടോ? ഹൗസ് ബോട്ടിൻ്റെ മുഖം കണ്ടോ? ഒരു പ്രത്യേക എന്തോ ഒരു ജീവിയുടെ ഇവരിങ്ങനെ പോകുന്നുണ്ട്. ആരൊക്കെയോ ബോട്ടിൽ. ആ ബോട്ട് വലിയ ഹൗസ് ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുഖം കണ്ടോ? നല്ല ഡിസൈനും ചിത്രങ്ങളൊക്കെ ഉള്ളത്. അതിൽ നിറയെ ആൾക്കാരുണ്ട്. അവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. പാട്ടൊക്കെ വെച്ച് എല്ലാവരും രസിച്ചങ്ങനെ പോവുകയാണ്.
വെള്ളം കണ്ടോ, അതിൻ്റെ പുറകിലിങ്ങനെ വെള്ളം അങ്ങനെ ലൈനായിട്ട് നമ്മളെ തിരയടിക്കുന്ന പോലെ ഉണ്ട്. നമ്മളുടെ ബോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട്. ഇങ്ങനെയാണ് ബോട്ട് ഓടിക്കുന്നത് ഈ ഒരു സാധനം. സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബോട്ട് ഓടിക്കുന്നത് എങ്ങനെയാണെന്നില്ലേ, ഇങ്ങനെ തിരിക്കുമ്പോൾ ഓടുന്നതും ഒക്കെ. അദ്ദേഹം വേണമെങ്കിൽ സമ്മതിക്കായിരിക്കും നമുക്കോട്ട് ഇരുന്നിട്ടൊന്ന് അതിൽ തൊടാനും ഫോട്ടോ എടുക്കാനും വേണ്ടിയൊക്കെ. പക്ഷെ വേണ്ട, റിസ്ക്കാണ്. കണ്ടു. അപ്പം നമ്മളിങ്ങനെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. നമ്മൾ കുറേ നേരമായി, ഇപ്പോൾ മണിക്കൂർ 2-3-4 മണിക്കൂറായിട്ട് ഞങ്ങൾ ഈ പുഴയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പാലത്തിൻ്റെ അടിയിൽ കൂടി പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം, നമ്മളെങ്ങനെയാണ് അതിൻ്റെ അടിയിൽ കൂടി പോകുന്നതെന്നുള്ളത്. ഇങ്ങോട്ട് പുഴ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ വളപട്ടണം പുഴയാണിത്. ഇതൊക്കെ ഇതിൻ്റെ ഇടതാഴിയും ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് കയറി മേലോട്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടോ, നല്ല മനോഹരമായ ഡിസൈനൊക്കെ ഉള്ള. ശരിക്കും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു ബോട്ടാന്ന് നമുക്ക് തോന്നില്ല. നമ്മളൊരു വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം പാലത്തിൻ്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. കാണുന്നില്ലേ പാലം? പാലത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോകും. ഈ 2 തൂണുകൾക്കിടയിൽ കൂടി നമ്മളങ്ങനെ പോവുകയാണ്. നോക്കിക്കോളൂ, എന്താ ഇതിൻ്റെ നടുവ് കൂടി നമ്മൾ പോവുകയാണ് കേട്ടോ. ഇപ്പം മേലെ പാലമുണ്ട്, കണ്ടില്ലേ പാലം? അതാ ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടി നടുവിൽ കൂടി നമ്മളങ്ങനെ പോവുകയാണ്. കണ്ടില്ലേ? നമ്മൾ പാലം കടന്നു അപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഇവിടെ നിന്ന് പാലത്തിൻ്റെ ഈ സൈഡിലേക്ക് എത്തി നമ്മൾ. ഇനി അങ്ങോട്ട് അനന്തമായി കിടക്കുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന വളപട്ടണം പുഴയിൽ കൂടി നമ്മളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ മുൻഭാഗം. അങ്ങോട്ട് ഇദ്ദേഹം അങ്ങനെ ഇത്ര തിരിക്കുന്നേ ഉള്ളൂ, പക്ഷേ അത്ര മനോഹരമായിട്ടാണ് ആ വണ്ടി അയാൾ കണ്ടോ. അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ അങ്ങനെ കൊണ്ടുപോകണം നമ്മളെല്ലാവരെയും. യാത്ര 45 ആൾക്കാരോളം ഉണ്ട്. അവരെയൊക്കെ വളരെ ശ്രദ്ധയോടെ അദ്ദേഹം ഈ ബോട്ടിൽ കൂടി ഇത്രയും ആൾക്കാരുടെ ലൈഫ് അയാളുടെ കയ്യിലാണ്, കരങ്ങളിൽ സേഫാണ്. അങ്ങനെ കൊണ്ടുപോകണം നമ്മളെ കൊണ്ട്. നമ്മൾ കണ്ട ആ പാലാണത്. ഇതിങ്ങനെ അവിടെയൊക്കെ സൈഡിലൊക്കെ വീടുകളോ അതൊക്കെ ചെറിയ ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട്. ആലപ്പുഴയിലൊരു പ്രാവശ്യം ഞങ്ങൾ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വെമ്പനാട്ട് കായലിൽ കൂടി ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയും ഭക്ഷണമൊക്കെ ഇതിനകത്ത് തന്നെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും മനോഹരമായ ഒരു യാത്രയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പറ്റുന്നവരൊക്കെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉണ്ടോ അദ്ദേഹം എപ്പോഴും ഓടിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വിട്ട് കഴിഞ്ഞാലും ബോട്ട് അങ്ങനെ പോകും. അതൊക്കെ ആവശ്യമുള്ള സമയത്ത് മാത്രം. പിന്നെ റോഡിന് വെള്ളം പോലെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ സേഫായിട്ട് അങ്ങനെ പോകാനാണ്. അവിടെ കണ്ടോ ചെറിയൊരു വീടാണോ എന്താണെന്നറിയില്ല, ബോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ നിർത്തിയിട്ടിരിക്കാൻ തോന്നുന്നു, ചെറിയൊരു ബോട്ട്. നമ്മളങ്ങനെ ഇവരങ്ങോട്ട് വെച്ചാൽ നമുക്ക് കാണാം, അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ശരി, യാത്ര ഞങ്ങൾ തുടരട്ടെ. കുറേ നേരം കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കും.